ഞാനത് റിലീസ് ചെയ്തു. പക്ഷേ ഓട്ടോ ഹോൾഡ് അവിടെ തന്നെയുണ്ട്. കണ്ടോ, ഇപ്പം ഓട്ടോ ഹോൾഡ് പച്ച കത്തി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. വാഹനം ഒരു ഇറക്കത്തിലാണ്. പാർക്ക് ബ്രേക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാനിവിടെ ഒന്നും തൊടുന്നില്ല. പക്ഷേ ഞാൻ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം പോകുന്നത് കണ്ടോ. അപ്പോൾ ഇതൊരു തെറ്റല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് ഈ ഒരു വാഹനം ഞാൻ പാർക്ക് മോഡിലിട്ടു. പാർക്ക് മോഡിലിട്ടതിന് ശേഷം ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാഹനം മുമ്പോട്ട് പോയി. ഇത് ശരിക്കും ഒരു സേഫ്റ്റിയുടെ ഭാഗം തന്നെ, അല്ലെങ്കിൽ സേഫ്റ്റിയുടെ ഒരു പ്രശ്നം തന്നെ അല്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇലക്ട്രിക് പാർക്ക് ബ്രേക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും ഇത് രണ്ടും ഒന്ന് തന്നെയാണോ? കാരണം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇലക്ട്രിക് പാർക്ക് ബ്രേക്കിംഗ് ഉണ്ടല്ലോ, പിന്നെന്തിനാ ഓട്ടോ ഹോൾഡ് ഫീച്ചർ? അതായത് ഓട്ടോ ഹോൾഡ് സ്വിച്ച് എന്തിനു കൊടുത്തിരിക്കുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്തിനാണ് ഇലക്ട്രിക് ബ്രേക്കും കൊടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡും കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ വാഹനത്തിലോട്ട് കയറാം. വാ. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഹുണ്ടായി ക്രെറ്റ എൽ ലൈൻ സീരീസാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിലോട്ട് നമ്മൾ കയറുകയാണ്. ഏതായാലും വാഹനത്തിൽ കയറി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ ഒരു പാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് പാർക്ക് ബ്രേക്കിങ്ങിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഓട്ടോ ഹോൾഡ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. പാർക്ക് ബ്രേക്കിംഗ് താഴോട്ടാക്കി കഴിഞ്ഞാൽ ഇത് റിലീസാകുകയാണ് ചെയ്യുന്നത്. മേളിലോട്ടാക്കി കഴിഞ്ഞാൽ പാർക്ക് ബ്രേക്ക് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടോണം, മസ്റ്റാണ്. സീറ്റ് ബെൽറ്റ് ഇടാതെ ഒരു പരിപാടിയും ചെയ്യരുത്. അപ്പോൾ ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്തു. വാഹനം സ്റ്റാർട്ടായി. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വാഹനം ഇപ്പോൾ സ്റ്റാർട്ട് കണ്ടീഷനിലാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പം ഓട്ടോ ഹോൾഡും കിടപ്പുണ്ട്, പാർക്ക് ബ്രേക്കിംഗ് കിടപ്പുണ്ട്. ഞാൻ പാർക്ക് ബ്രേക്ക് ഞാനത് റിലീസ് ചെയ്തു. പക്ഷേ ഓട്ടോ ഹോൾഡ് അവിടെ തന്നെയുണ്ട്. കണ്ടോ, ഓട്ടോ ഹോൾഡ് ആക്റ്റീവാണ്. ഇപ്പം വാഹനം നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അനങ്ങാത്തത് പാർക്ക് മോഡിലോട്ട് ആയതുകൊണ്ടാണ്. ഞാനത് മാറ്റി ഡി മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഓട്ടോ ഹോൾഡ് പച്ച കത്തി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. വാഹനം ഒരു ഇറക്കത്തിലാണ്. അത്യാവശ്യം മഴയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പുറമേ നിങ്ങൾക്ക് അത്ര വൃത്തിയായിട്ട് കാണാത്തത്. അപ്പം മഴയൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു കാര്യം, ഈ ഒരു ബ്രേക്ക് മാറ്റി ഞാൻ ആക്സിലറേറ്ററിലോട്ട് ചവിട്ടാൻ വേണ്ടി പോവുകയാണ്. വെട്ടക്കുറവുണ്ട്, നിങ്ങൾക്ക് കാണുന്നതിൽ ബുദ്ധിമുട്ട് വരിക, ക്ഷമിക്കുക. ഞാൻ ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓട്ടോ ഹോൾഡ് മാറി വാഹനം നീങ്ങുന്നുണ്ട്. ഞാൻ ബ്രേക്ക് ചവിട്ടി. ഇപ്പം ഞാൻ ബ്രേക്ക് ചവിട്ടിയിട്ടും ഓട്ടോ ഹോൾഡ് പച്ചയായി. അപ്പം വാഹനം നിന്നു. ഞാൻ ഒന്നുകൂടെ ഒന്ന് വാഹനം എടുക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാനിപ്പോൾ ഈ വാഹനം ഇങ്ങനെ ഒന്ന് കറക്കി ഇങ്ങനെ കൊണ്ടുപോവാണ്. മഴയാണ്, വൈപ്പറൊക്കെ ഇട്ട് തകർത്തേക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഇപ്പോൾ ഈ വാഹനത്തിൽ ആക്ടിവേറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ബ്രേക്ക് ചവിട്ടി. ബ്രേക്ക് എന്ന് കാലെടുത്തു. വാഹനം ഇപ്പോൾ തന്നെ പതുക്കെ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. കാരണം ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇവിടെ നിങ്ങൾക്ക് സ്പീഡും കാണാം, വാഹനം മുമ്പിലോട്ട് പോകുന്നതും കാണാം. പക്ഷേ ഓട്ടോ ഹോൾഡിൻ്റെ ഫീച്ചർ അവിടെ കിടപ്പുണ്ട്, എന്നിട്ടും വാഹനം മുമ്പിലോട്ട് പോകുന്നുണ്ട്. ഇതാണ് പലർക്കും മനസ്സിൽ വരുന്നൊരു സംശയം, എന്തുകൊണ്ട് ഇത് വർക്ക് ചെയ്തില്ല. ഞാൻ ഒന്നുകൂടി ഈ ഇറക്കത്തിലോട്ടൊന്ന് കൊണ്ടിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒന്നുകൂടെ ഒന്ന് തിരിച്ച് ആ ഇറക്കത്തിലോട്ട് തന്നെ നമുക്കൊന്ന് കൊണ്ടുവരാം. യെസ്, ഇപ്പോൾ ഈ ഒരു ഇറക്കത്തിലോട്ട് തന്നെ ഞാൻ വന്നു. ഇനി ഞാനിവിടെ ഇപ്പം ബ്രേക്ക് ചവിട്ടി, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. ഇതേ പിന്നെയും വാഹനം പോകുന്നു. ഞാൻ ബ്രേക്ക് ചവിട്ടി, ബ്രേക്കിൽ നിന്ന് കാലെടുത്തപ്പം പിന്നെയും വാഹനം ഇറങ്ങി പോവുകയാണ്. കണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഒരു 2 സെക്കൻഡ് വെച്ചേക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ഓട്ടോ ഹോൾഡ് ആയിട്ടുണ്ട്. ഓട്ടോ ഹോൾഡ് ഫീച്ചർ വന്നു, വാഹനം ബ്രേക്കായി നിൽക്കുകയാണ്. ഇനി ഞാൻ എപ്പോഴാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്, അന്നേരം ഈ വാഹനം പോയി. ഞാൻ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പോയി. പക്ഷേ 2 വട്ടം ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോ ഹോൾഡായി. അത്രേ ഉള്ളൂ. നിങ്ങളത് മനസ്സിലാക്കുക. ഒരു തവണ ബ്രേക്ക് ചെയ്താൽ പോരാ, ഒന്നുകൂടെ എടുത്ത് ചവിട്ടുകയാണെങ്കിൽ ആകും. അല്ലെങ്കിൽ 2 സെക്കൻഡിൻ്റെ മുകളിലെങ്കിലും ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക് ചവിട്ടി വെച്ചേക്കുകയാണെങ്കിൽ ഈ പറഞ്ഞൊരു ഫീച്ചർ ആക്ടിവേറ്റ് ആവും. ഇനി ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാണ്. പോയി. ഇനിയിപ്പോൾ ഈ വാഹനത്തിൽ ആ ഒരു ഫീച്ചർ ഇല്ല. ഇനി എനിക്ക് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യേണ്ടത് അന്നേരം, അല്ലെങ്കിൽ പാർക്ക് ബ്രേക്ക് ചെയ്യേണ്ടത്, ഞാനിതൊന്ന് പൊക്കുകയാണ്. ഇത് പൊക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നു. ഇപ്പോൾ ഈ വാഹനം പാർക്ക് ബ്രേക്കിങ്ങിലാണ്. പക്ഷേ പാർക്ക് ബ്രേക്കിങ്ങിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് പാർക്ക് ബ്രേക്കിങ്ങിലാണ്, ആരെങ്കിലും വന്ന് ഇവിടെ ഇരുന്ന് ആക്സിലറേറ്റ് അത് ഇങ്ങനെ ചെയ്യുകയാണ്. ഞാനിപ്പോൾ ആക്സിലറേറ്റർ മാത്രം ചെയ്യുകയാണ്. പാർക്ക് ബ്രേക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാനിവിടെ ഒന്നും തൊടുന്നില്ല. പക്ഷേ ഞാൻ ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം പോകുന്നുണ്ടോ. അപ്പോൾ ഇതൊരു തെറ്റല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് ഈ ഒരു വാഹനം ഞാൻ പാർക്ക് മോഡിലിട്ടു. പാർക്ക് മോഡിലിട്ടതിന് ശേഷം ആക്സിലറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാഹനം മുമ്പോട്ട് പോയി. ഇത് ശരിക്കും ഒരു സേഫ്റ്റിയുടെ ഭാഗം തന്നെ, അല്ലെങ്കിൽ സേഫ്റ്റിയുടെ ഒരു പ്രശ്നം തന്നെ അല്ലേ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. കാരണം ഞാൻ പറഞ്ഞത് ഇപ്പോൾ എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു രീതി ചെയ്തു. ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സേഫ്റ്റിയുടെ ഭാഗത്ത് പ്രശ്നം വരുമെന്ന് പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഞാൻ ഒന്നുകൂടെ ഈ വാഹനം ഇപ്പം നിർത്തി. ഞാൻ ഒന്നുകൂടെ പാർക്ക് ബ്രേക്ക് ഇട്ടു.
പാർക്ക് ബ്രേക്കായി വാഹനം ഇപ്പം സ്റ്റഡിയാണ്. നോക്കിക്കോണം, നിങ്ങൾ തന്നെ ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. വാഹനം സ്റ്റഡിയാണ്. പക്ഷേ ഞാനിനി ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആക്സിലറേറ്റ് ചവിട്ടിയപ്പോൾ ദേ പോകുന്നു. ഇപ്പം നിങ്ങൾ ഓർക്കും ഈ കമ്പനിക്കാരൻ എന്തിനാ ഇങ്ങനെ ഇറക്കിയത്. പക്ഷേ അവിടെ കമ്പനിയെ കുറ്റം പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഞാൻ ചെയ്ത പ്രൊസീജിയർ അനുസരിച്ചാണ്. അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, ഡോറെല്ലാം ക്ലോസ്ഡ് ആണ്. പക്ഷേ അതേ സ്ഥാനത്ത് ഇപ്പോൾ സീറ്റ് ബെൽറ്റ് ഞാൻ ഇടുന്നില്ലെന്ന് വെച്ചോ, ഞാൻ സീറ്റ് ബെൽറ്റ് ഊരി ഹാൻഡ് ബ്രേക്കിലാണ് ഇപ്പോൾ വാഹനമുള്ളത്. നിങ്ങൾ നോക്കിക്കോണം, ഹാൻഡ് ബ്രേക്കിലാണ്. സീറ്റ് ബെൽറ്റ് ഞാൻ ഇട്ടിട്ടില്ല, ഓർത്തോണം. സീറ്റ് ബെൽറ്റ് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ആക്സിലറേറ്റ് ചെയ്യുകയാണ്. കണ്ടോ കണ്ടോ കണ്ടോ, അവൻ പറയുന്നത് കണ്ടോ. അപ്പം ഇനി നമുക്ക് വണ്ടിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. നമുക്കൊരു കാര്യം മനസ്സിലായി, ഇപ്പോൾ ഹാൻഡ് ബ്രേക്കിലാണ്, പക്ഷേ വാഹനം മുമ്പോട്ട് പോകത്തില്ല. ഞാൻ പോകത്തില്ലടാ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. എനിക്കൊന്ന് വന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്, നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. സീറ്റ് ബെൽറ്റ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വാഹനം ഫ്രീ ആണ്, നമുക്ക് ഡ്രൈവ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ സംഗതി കിടുവാണ്. അതും എനിക്ക് ഭയങ്കര അങ്ങ് ഇഷ്ടപ്പെട്ടു. ഏതായാലും മഴയും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല.